ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ. അതായത് ഇതിനകത്ത് കുറേ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഭയങ്കര രസമാണ്. ഇത് കണ്ടോണേ, ഞാൻ നേരത്തെ കുറച്ച് ചുമന്ന ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തില്ല. അതിനകത്ത് ചുമ്മാ രസത്തിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പല ലൈറ്റ് ഇത് കുറച്ച് വെട്ടം കുറഞ്ഞു. ഇതെങ്ങനെയുണ്ട്? ഇത് ലുക്ക് മാറി. മാസിലൂടെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. പിന്നെ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് സമൂഹ നന്മ, കുട്ടികളുടെ ഭാവി, വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈംഗികത, ദാരിദ്ര്യം, കറപ്ഷൻ, ചാരിറ്റി, കല, സാംസ്കാരിക, മാനസിക ആരോഗ്യ, വെളിച്ചം, ശബ്ദം, തരംഗം, തരംഗിണി, അമ്മിണി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് മാറ്റിയിട്ട് ഇനി അടുത്ത ലൈറ്റ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എന്ത് ലൈറ്റ് ഇതെന്താ മാറാത്ത? നിൽക്കുന്ന സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഒരു വേറെ ലെവൽ സാധനം വന്നില്ലേ? അങ്ങനെ ലൈറ്റിങ് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവമാണ്. എന്തൊക്കെ ചെയ്യാല്ലേ, വെറുതെ രസം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഓർക്കും ഏതോ സംഭവമാണ് ഇരിക്കുന്നത്. ലൈറ്റിങ്ങിലൊക്കെ ഒരു രസമുള്ള പണികളൊക്കെ ചെയ്യാം. വേണം ഇതൊക്കെ വെച്ചിട്ട് വേറെ പലതും കാണിക്കാം. ഞാൻ ചുമ്മാ ഒരു ഓൺലൈനിൽ കണ്ടാൽ മേടിച്ച് നോക്കി. എനിക്ക് ഇഷ്ടമായി ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതായത് വലിയ നിർബന്ധമൊന്നുമില്ല, കാരണം ഞാൻ ഈ കലോത്സവത്തിന് പങ്കെടുക്കാൻ പോകുമല്ലോ. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അടുത്തത് ഇങ്ങനെ അടിക്കും ഒരു ചോറ. അത് വേണ്ട. വീണ്ടും അതല്ല ചുമന്ന ലൈറ്റ് എന്ത് ചെയ്യേ? ഇത് കണ്ടോ, ഇത് കുറച്ചൊരു ബ്രൈറ്റ് യെല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചുമപ്പ് വരുവേ. ചേട്ടാ ഇതെന്തൊരു കഷ്ടമാണ്. ഒരു റെഡ് ലൈറ്റ് എന്ത് ചെയ്യും? ചേട്ടാ റെഡ് ലൈറ്റ് ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ കാണിക്കാം. ചേട്ടാ സമ്മതിക്കത്തില്ലേ? ഇത് എവിടെയാ പോകും നിൽക്കുന്നേ? ഞാൻ റെഡ് ലൈറ്റ് എടുത്തത് ഇത് വീഡിയോ ഒക്കെ എടുത്താണല്ലോ. ചേടാ വന്നടാ, വന്നിട്ടേന്ന് സൊല്ലറാ. ഇനി സീൻ മാറും. സീൻ വേറെ രീതിയിലൊക്കെ മാറ്റാം വേണമെന്നുണ്ടെങ്കിൽ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ ബാറ്റ് വെച്ചിട്ട് കുതിനടിക്കുന്ന ബാറ്റ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഒരു വല്ലാത്തൊരു സാധനം കിട്ടും അല്ലേ? ഒരു എന്തോ പോലെ തോന്നില്ലേ? ഒരു എഫക്റ്റ് പോകുന്ന പോലെ അല്ലേ? ഇങ്ങനെയും എഫക്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നോക്കാം. ഹെവി മൊബൈൽ ഇങ്ങനെ പൊക്കുന്നു, ഞാനിങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഞാൻ വന്ന് പറയാ ആ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ പോക്കി ഇങ്ങനെയാണോ? കുറച്ചുകൂടെ ബെറ്റർ ആക്കാം സൂമും പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പം ഈ ക്യാമറയിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലോ. വേറെ സൂമുള്ള ആപ്പ് ഉണ്ട്, അതിനകത്ത് വരുമ്പോൾ ഇനി സൂം ചെയ്ത് അങ്ങനെ ആക്കണോ? നോക്കാം അല്ലേ? വെയിറ്റ്, കണ്ടോ? സൂം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസം വേറെ രീതിയിലാവും. അപ്പോൾ വീഡിയോസൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, എവിടെ ഒരു ഇങ്ങോട്ട് കാണിച്ചാൽ അറിയത്തില്ല. ഇങ്ങനെ ലൈറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ലൈറ്റ് ഇങ്ങോട്ട് മാറ്റി നോക്കാം. വിഷയത്തിലേക്ക് വന്നാലോ? വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലൈറ്റ് ഒന്ന് മാറ്റി നോക്കാം. അല്ലേ വേണ്ട, സൂം ഇതിപ്പോൾ ഇവിടെ വെച്ചു, ഇങ്ങോട്ട് നോക്കിയില്ല. എന്താ ഇതെന്താ ഇങ്ങനെ ഒരുപാട് ഗ്ലെയർ പോലെയൊക്കെ വരുന്നത്? നീക്കി വെക്കട്ടെ, കുറച്ച് സൂം കുറയ്ക്കാമെന്ന് വേണം. ഇനി എൻ്റെ ഒറ്റക്കൈ പ്രയോഗങ്ങൾ ഇവിടെ വെച്ചിട്ട് ചെയ്യാം. കുറച്ച് ഇറക്കാം. എന്നിട്ട് ലൈറ്റ് ഇരിക്കുന്നുണ്ട് എവിടെ? ലൈറ്റിങ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഷഷ്കി ഷീൻസൊക്കെ ഇടാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? ഈ ലൈറ്റപ്പ് ചെയ്തുകൊണ്ടുള്ള പല സൈസ് വീഡിയോസ്. അതൊക്കെ പോട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ലൈറ്റിംഗ് ഒന്ന് മാറ്റുവാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താ? കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രശ്നം. എന്തിനാ മിന്നുന്നോ? മിന്നുങ്ങും മയിൽ കണ്ണിയും കുളിരും കാറ്റേ കടം വാങ്ങിവാ മഴവിൽ ടിൻ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മിന്നിയത് കൊണ്ട്
ഞാനിരുന്ന പൊസിഷൻ മാറിയത് ആരും അറിഞ്ഞില്ല. ഞാൻ ഇരിക്കുമല്ലോ, പക്ഷെ ഞാനിപ്പോൾ കിടക്കുവാണ് ഗായ്സ്. കണ്ടു, കിടക്കുമല്ലേ. ഇനിയിപ്പോൾ ഞാനിവിടെ എഴുന്നേക്കുന്നത് ഇങ്ങനെ മിന്നിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കണ്ടോ, കിടക്കുക. കണ്ടോ, കിടന്നില്ല, നല്ലപോലെ കിടന്നു. അപ്പം ഇനി കിടന്നിട്ട് എഴുന്നേക്കുന്ന കണ്ടോ, എഴുന്നേറ്റു. പക്ഷെ ഞാൻ കിടന്നത് നിങ്ങൾ ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ടാ? ലൈറ്റ് മിന്നിയത് കൊണ്ടും ഇത്ര ക്ലോസ് ആയതുകൊണ്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മഞ്ഞ 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 ബൾബുകൾ, ഇത് മഞ്ഞയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അവിടെ നോക്കിയാൽ മനസ്സിലാകത്തില്ല. ഇപ്പം ഇതിനകത്ത് ഇച്ചിരി മഞ്ഞ കിട്ടുന്നുണ്ട്. മിന്നി 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 കത്തുമ്പോ എന്തിനെ ബാബുട്ട എന്നെ നോക്കണേ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയാൽ ശബ്ദം മാറും കേട്ടോ. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പഴയ ആ ശബ്ദം ആയിരിക്കത്തില്ല. ഈ കിടക്കുമ്പോഴേ കണ്ടോ ശബ്ദം മാറുന്നുണ്ട്. ശബ്ദം മാറുന്നതല്ല, നന്ദി ഉണ്ടേ. ഞാൻ വീണ്ടും പറയാൻ പറ്റുന്ന കാര്യം വിട്ടുപോകുന്നു വെച്ചാൽ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് തെന്നി മാറുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഒരുപാട് തെന്നി മാറിക്കൊണ്ടിരുന്നവരായതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും അതുപോലെ തെന്നി മാറുന്നു. അപ്പോൾ എഴുന്നേറ്റതൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തൊന്നുമില്ല. എന്തിനാട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ്? ഇവർക്ക് എന്തിനു ഈ കലോത്സവം? ഇപ്പോൾ അവരവരുടെ കല അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുക, തന്നെത്താനെ വൈറലാകും, ലോകം മുഴുവൻ കാണും. ആ തീട്ടങ്ങൾ കാണേണ്ട കാര്യമില്ലെന്ന് ഇതൊക്കെ എന്തിനു ഈ സ്റ്റേജിൽ തന്നെ പോയി അവതരിപ്പിക്കണം ഇത്ര നിർബന്ധം? അവരവരുടെ കയ്യിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ഇരിക്കുമ്പോൾ അത് മനസ്സിലാകാതെ പോകുന്നത് എങ്ങനെ? ഈ സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ നേൺ ചെയ്യാൻ പറ്റും, ഇതെല്ലാം സ്കൂളിൽ തൊട്ടേ പഠിപ്പിച്ചിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് പഠിപ്പിക്കേണ്ട സാധനമാണ് ഇപ്പോഴും പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലേ ഈ പിള്ളേരൊന്നും ഇങ്ങനെ വന്ന് കരയേണ്ടിയൊന്നും വരത്തില്ലെന്നേ. റൈറ്റിങ് മാറ്റി നോക്കാം. പിള്ളേർ കരയേണ്ടി വരത്തില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം പോലും ആ പിള്ളേർക്ക് വരത്തില്ല. മനസ്സിലായോ? ഈ ഉമ്മാതെ ഇതൊന്നും അറിയാത്തത് കൊണ്ട് വീണ്ടും പഴയതുപോലെ സ്റ്റേജൊക്കെ അവിടെ വരെ യാത്ര ചെയ്ത് സ്റ്റേജൊക്കെ കയറിയിരുന്ന് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് ക്രിയേറ്റീവായിട്ട് എന്തെല്ലാം ആൾക്കാർ ചെയ്യുന്നു, ഇതൊന്നും കാണുന്നില്ല. ഇവർ കാണും, പക്ഷെ ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവർക്ക് ആ സ്റ്റേജിൽ തന്നെ ചെല്ലണം. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ഒരു അവാർഡും വേണ്ട. പിന്നെ സ്കൂളിലൊക്കെ അഡ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി പരിപാടിക്കൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാണ്ട് എന്താ പറയുക, ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. പക്ഷെ അതേ സാധനം തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് ഫെയിമായി നോക്ക്, സ്കൂളുകാർ അങ്ങോട്ട് വിളിച്ചോളൂ. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു മനുഷ്യാഴ്ച സമ്പാദിക്കാവുന്നതൊക്കെ വേണേൽ സമ്പാദിക്കാൻ പറ്റും. മനസ്സിലായി? ഇവിടെ പലരും ഇവിടെ സ്കൂളിൽ പോയി ഉണ്ടാക്കിയ പൈസയൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചു പല ജോലിക്ക് കയറി ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ പൈസ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ സാധനത്തിൽ കയറി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലുമൊക്കെ ടെക്നോളജിയൊക്കെ മാറി വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങ് പോയാൽ മതി. അതും നടക്കും. കലയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കലാകാരനാണെങ്കിൽ അയാൾക്ക് വേണ്ടത് എന്താണ്? അയാൾക്ക് വേണ്ടത് ഇതാണ്. ഏത്? ലൈറ്റിങ് അറിഞ്ഞിരിക്കണം. ഇത് ആ ലൈറ്റ് അല്ല, ഇതിനകത്തെ മൊബൈലിൻ്റെ ഇതിനകത്തൊരു സാധനം സെറ്റ് ചെയ്യത്തില്ല, എന്താ പറയുക, എക്സ്പോഷർ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി വേറൊരു സാധനമുണ്ട്, അത് കാണിക്കണോ? അത് നമ്മുടെ ഇതിനകത്ത് സെറ്റിങ്സിൽ കയറിയിട്ട് ഈ വൈറ്റ് ബാലൻസ്, അതിൻ്റെ ISO, പിന്നെന്തൊക്കെയാ അതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ എന്നെ കാണാൻ പറ്റും. ഇതാ കറക്റ്റ് ലൈറ്റിങ് അല്ല, ഇതല്ല. കുറച്ചുകൂടെ കൊണ്ട് ഇത്രയും വരെ പിടിച്ചാൽ ഓക്കെയാ, ഒരു രസമുണ്ട്. അതുകൊണ്ട് ഈ പിള്ളേരെ നിങ്ങളിങ്ങനെ ഈ പരിപാടിക്കൊന്നും പോയി കാണിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ കലോത്സവത്തിനകത്ത് ഫസ്റ്റ് അടിച്ചവരല്ല, അല്ലെങ്കിൽ എവിടെ ആണേലും ഏത് മേഖലയിലാണേലും അങ്ങനെ ഫസ്റ്റ് അടിച്ചവരല്ല എല്ലാ കാലത്തും പലയിടത്തും സ്കോർ ചെയ്തിട്ടുള്ളത്. അതങ്ങ് വിട്ടേക്ക്. മോക്ക് കഴിവുള്ളവളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് വേദികൾ, ഒരുപാട് ആളുകൾ കാണുന്ന ഒരുപാട് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് പരിപാടികൾ മോള് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ മറ്റേ ഇൻസ്റ്റയൊക്കെ തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ തട്ടി വിടത്തില്ലേ. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ലൈറ്റ് പോയല്ലോ. എന്താ പറയുക, ചുവന്ന ലൈറ്റ് വരട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ലൈറ്റ് വരും, ചുമന്ന ലൈറ്റ്. മഞ്ഞ മഞ്ഞല്ലല്ലോ, ചുമന ബൾബുകൾ മിന്നെ കത്തുമ്പോ
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും മോങ്ങൊന്നും വേണ്ട. ഇതിന് സൂപ്പർ പരിപാടിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് കിട്ടും, അത് നടക്കും. അതല്ല ഇത് കരഞ്ഞിങ്ങനെ അങ്ങ് പോകാനാണ്. ഇത് കണ്ടു, നമ്മൾ ഈ പരിപാടിക്കിടയിൽ ലൈറ്റ് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ കണ്ണട കാണത്തില്ല. കണ്ണാടി ആദ്യമായൻ, നമുക്കാണ് ക്ലോസപ്പ് നോക്കാവേ. കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി, ഗായക നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി. ഞാൻ പാട്ടത്ര അറിയത്തില്ല. അയ്യോ, ഇതാണ് മുള്ളറ്റ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ മുടിയൊക്കെ വെട്ടുന്നെന്ന് പറഞ്ഞ് എന്നെ സ്വാമി വെട്ടുകയാണ്. ഇങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയില്ല. എന്നെപ്പോലെ ഒരാൾക്ക് എൻ്റെ ഒരു മുഖത്തിന് എൻ്റെ ഒരു രൂപഭാവ ഭംഗിക്കൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് ഒക്കുന്നതായിട്ട് തോന്നില്ല. പക്ഷേ ഈ ചുമന്ന ലൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ചുമന്ന ലൈറ്റ് ഇനി കാലിനിടയിൽ കൂടെ കിടക്കാം. ഇങ്ങനെ വെച്ച് നോക്കട്ടെ. സൂം ബറാബർ അല്ല, സൂമാണല്ലോ അല്ലേ. കഞ്ചാവാണ്, മയക്കുമരുന്നാണ്, MDMA ആണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഒരു ഹെയർ സ്റ്റൈലും എൻ്റെ കുറച്ച് ലൈറ്റിങ്ങും മാത്രമാണ്. വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ടായി എന്നെ അടിച്ചിട്ടാണോ. പക്ഷെ ഇത് കൊള്ളാമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഷോട്ടൊക്കെ എടുക്കുമ്പോൾ. ഈ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർക്ക് എന്ത് തോന്നും? എന്ത് കാര്യമാണല്ലോ എനിക്കെന്താ, ഈ ലൈറ്റ് ഇങ്ങോട്ട് വെക്കണം അങ്ങോട്ട് വെക്കണം. വേണമെങ്കിൽ കുറച്ച് വേറെ ടൈപ്പ് ലൈറ്റിങ് കാണിക്കാം, അതിന് വേറൊരു ഐറ്റം കാണിക്കാം. ഇത് കണ്ടോ, ഇച്ചിരി കളർ മാറ്റി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഐറ്റംസ്, വെള്ളയും ഇതല്ലേ, രണ്ട് സൈഡ് വേറെ വേറെ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊടുത്തു. ഇപ്പം ഇത് കുറച്ചൊക്കെ ഇത് കണ്ടില്ലേ മോനെ. ഇങ്ങനെയൊക്കെ വേറെ സാധനം കാണിക്കാവേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, കുറച്ചുകൂടി വേറെ രീതിയിലാക്കാം. ഇവിടെ കൂടി ഇങ്ങനെ പോകും ലൈറ്റ്, ഇങ്ങനെ കടന്നു. ഇത് നമ്മളേതോ വാച്ച് ടവർ, അതിനെന്താ പറയാം, ഈ അങ്ങനെ എന്തോ എന്നെ പറയുമല്ലോ, നമ്മൾ മറന്നുപോയി. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കത്തൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ പറയുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൊബൈലിൽ ഇത് ഇങ്ങനെ 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 മേടിച്ചിട്ട് ഇങ്ങനെ അനക്കും, ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ വെച്ചേക്കും. നമുക്കത് വലിയ സീനൊന്നും അല്ല കേട്ടോ. അതേപോലത്തെ എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിങ്ങനെ അടുപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ കുറച്ചും കൂടി വേണമെങ്കിൽ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആക്കാം. അതൊക്കെ ചുമ്മാ ഈ ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ടേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പണികളേ ഉള്ളൂ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ചെയ്യാനേ ഉള്ളൂ, രസം, വെറുതെ എന്നാൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്. കാരണം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു പണി പോലെ ആകും. അല്ലെങ്കിൽ ഇതാകത്തില്ല. എനിക്ക് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയുണ്ടല്ലോ, ഞാനങ്ങ് ചെയ്യും. അത്ര എനിക്ക് ചെയ്യാൻ തോന്നുന്നു, അങ്ങനെ ചെയ്യട്ടെ, എന്നാ ചെയ്യട്ടെ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ, നിങ്ങൾ നോക്കി ഇതിങ്ങനെ ഇങ്ങനെ 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 എൻ്റെ ബാറ്റ്, ഞാനും എൻ്റെ ബാറ്റും. അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ 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 ചെയ്യും. എടാ ഒരു ഉമ്മ, നല്ല രസമായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, വർത്താനം പറയുന്നത് ശ്രദ്ധ തെറ്റരുത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാതെ കിട്ടത്തുമില്ല. പിന്നെ ഞാൻ പറയുന്നില്ല ഒരേ സമയം അങ്ങനെ മൾട്ടി ടാസ്കിങ് അതും മൾട്ടി ടാസ്കിങ്. പിന്നെ ഇങ്ങനെ നമുക്ക് വേണേ ഇത് ഇനി വേണം നമുക്ക്. അത് കണ്ടോ, ഏത് ആംഗിളിൽ കൊണ്ട് വെച്ചും ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ, അങ്ങനെ പ്രാക്ടീസ് ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളവർക്ക് ഇത് എന്ത് നടക്കുന്ന എൻ്റെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു തന്ന കാര്യം മനസ്സിലായല്ലോ. കലോത്സവ വേദികളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ വേണേൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വീട്ടിൽ തന്നെ ഇരുന്നാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഗ്രീൻ സ്ക്രീൻ കൂടെ അങ്ങ് മേടിച്ച് വെക്കുന്നത്, എന്നിട്ട് കലോത്സവ വേദിയിൽ ഒരു സ്റ്റേജ് അങ്ങോട്ട് വെച്ചിട്ട് അതിനകത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താൽ കേട്ട്. അല്ല പിന്നെ നമുക്ക് നോക്കേണ്ടത് കണ്ണിലേക്കാണ്. അവൻ്റെ കണ്ണുകളിൽ തീക്ഷ്ണമായി എന്തോ കത്തുന്നുണ്ട്. നോക്കട്ടെ, കത്തുന്നുണ്ടോ? കത്തിക്കാം, പിന്നെ കത്തിക്കാം. തൽക്കാലം ഇപ്പം ഇങ്ങനെ പോട്ടല്ലേ. ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യാൻ ശരിയാകത്തില്ല. എപ്പോഴും ചെയ്ത ആൾക്കാരവർക്ക് ഞാൻ കഞ്ചാവാണ് അല്ലെ MDMA എന്നൊക്കെ തരും. ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചം കാണിക്കുക, അല്ലേ പിന്നെ പൊട്ടന്മാർക്ക്